വാട്ട് ഈസ് ലക്ഷറി ടു യു? അപ്പം ലക്ഷറി എന്ന് വെച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ സ്പിരിച്വൽ ലെവലിൽ നമുക്ക് പറയാം, എനിക്ക് ബ്ലിസ്സാണ് ഏറ്റവും വലിയ ലക്ഷറി, അതിൽ കൂടുതൽ ഞാനൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പറയാൻ തള്ളിയിട്ട് കാര്യമില്ല. കാരണം നമ്മളതിന് മാത്രം ഉയരണം, നമ്മളതിന് മാത്രം ഉയർന്നിട്ട് നമുക്ക് ആ ഡയലോഗ് അടിക്കാം. പക്ഷെ ഞാൻ അത്ര ഉയർന്നിട്ടൊന്നുമില്ലേ. നമുക്ക് എപ്പോഴും വല്ല BMW കാറും മറ്റേ വലിയ മാൻസനും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ലക്ഷറി എന്നറിയാം. പക്ഷേ സ്പിരിച്വൽ ലെവലിൽ നമുക്ക് വേറെ കുറേ പഞ്ചരയിൽ പഠിക്കാൻ പറ്റിയ സാധനമാണ്. പക്ഷേ ഞാൻ ഹോണസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ബാലൻസ് ചെയ്യുന്ന ആളാണ്. ഞാനൊരുവിധം എല്ലാ എൻജോയ്മെൻറ്റ് എല്ലാ പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ സ്പിരിച്വൽ ടീച്ചിങ്സ്, കാരണം ഞാനൊരു ഗുരു എന്ന് പറഞ്ഞൊരിക്കലും ഞാൻ പറഞ്ഞു, ഞാൻ ബ്രോ ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ലെവലിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ പല ടീച്ചിങ്സ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാറുണ്ട്, പല സർവീസുകൾ. അത് പിന്നെ പുറത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ പേഴ്സണൽ. അപ്പം ആ ലെവലിൽ ഞാൻ പറയുന്നത് എല്ലാം ബാലൻസ് ചെയ്യണം. കാരണം ലൈഫ് ഇവിടെ നമ്മളെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എൻജോയ് ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരുപാട് ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പം അതിൽ നമ്മളെ കാരണം എന്താ പറയുക, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആവുക, വെജിറ്റേറിയൻ ആയതിനു ശേഷം ഒരു മൂരി പോലത്തെ സ്വഭാവമായിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ആവണം, കമ്പാഷൻ വരണം, ആൾക്കാരോട് പെരുമാറുന്ന രീതി. അപ്പം ആ സംഭവങ്ങളുണ്ട്. പക്ഷേ ലക്ഷറി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴും ഇങ്ങനത്തെ മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവങ്ങളും ഞാൻ വളരെ ലക്ഷറി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുന്നുണ്ട്.